ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോഷ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പഫ്സ്. അപ്പോൾ ഓവനില്ലാതെ നമുക്ക് എഗ് പഫ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവോള, മുട്ട, 2 മുട്ട, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ്. ഇനി അതിലേക്കുള്ള ഷീറ്റ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 3 സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരല്പം ഉപ്പിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി. പിന്നെ നമുക്ക് എണ്ണ ചേർക്കണം. ഞാൻ നേരത്തെ എണ്ണ ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നന്നായി എണ്ണ ചേർത്തിട്ട് നമുക്കൊരു ചപ്പാത്തിയുടെ പരുവമാണ് വരെ കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ എണ്ണ ഒഴിച്ച് വെക്കണം. നമ്മൾ ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കി വെക്കണം. എന്നിട്ട് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അടച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നന്നായി ചൂടായതിനു ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിന് സവോള ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്തെടുക്കാം നമുക്കിത്. അപ്പോൾ ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ അല്പം കറിവേപ്പില, മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാല. ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു പച്ച മണം മാറുന്ന വരെ നമുക്ക് ചൂടാക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കണേ. ഇനി നമുക്ക് ചൂടായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ഫ്ലോറിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് മാവ് ഇതേപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്യണം. തിൻ ലെയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. റോളറൊന്നും ഉപയോഗിക്കേണ്ട. ഇനി നമുക്ക് 4 സൈഡ് ഇതേപോലെ മടക്കി കൊടുക്കണം. മൈദപ്പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമുക്ക് മടക്കി കൊടുക്കാൻ. നമ്മളിങ്ങനെ 4 സൈഡ് മടക്കി കൊടുക്കുന്നത് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 4 സൈഡും ഇതേപോലെ മടക്കി കൊടുക്കാം. വീണ്ടും നമുക്കിത് കമിഴ്ത്തി വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്യണം. നേരത്തെ അത്ര തിന്നൊന്നാവണ്ട. ഇനി നമുക്ക് 4 സൈഡും നേരത്തെ മടക്കി പോലെ മടക്കാം. മൈദപ്പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് മറക്കണ്ട. ഇനി നമുക്ക് വീണ്ടും മറിച്ചിട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റോളർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ലപോലെ പരത്തിയെടുക്കണം. ഇതേപോലെ ഇത്ര മതി നമുക്ക് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് 4 പീസായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 പീസ് എടുക്കണം. ഞാൻ 4 എണ്ണം ഉണ്ടാക്കുന്നേ. നിങ്ങൾക്ക് ഇപ്പോൾ 6 എണ്ണം വേണമെങ്കിൽ 6 എണ്ണം ആക്കാം. അതിനനുസരിച്ച് നിങ്ങൾ മൈദമാവ് കുഴച്ചെടുക്കണം. നിങ്ങളുടെ ഒരു പ്രിഫറൻസ് പോലെ ഇരിക്കും. ഞാനിവിടെ 4 എണ്ണം ഉണ്ടാക്കണം. ഇനി നമുക്ക് ഓരോ ഷീറ്റ് എടുത്തിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കയ്യിലെടുത്തിട്ട് നമുക്കിനി മസാല ഇതിലേക്ക് ഇടാം. അതായത് മുട്ട നമ്മൾ ഹാഫാക്കി എടുക്കണം. എന്നിട്ട് ഹാഫ് മുട്ട ഇതിൽ കമത്തിയിട്ട് വേണം വെക്കാൻ. ഇനി 4 സൈഡ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ കോർണറൊക്കെ നമുക്ക് അമർത്തി കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാതും പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് എല്ലാതും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ 4 എഗ് പഫ്സിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറേ എണ്ണ ആവശ്യമില്ല, എത്ര എണ്ണ ആവശ്യമേ ഉള്ളൂ. ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പഫ്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 3 ഇട്ട് കൊടുക്കുന്നു. കാരണം ഇതിൽ 3 ഇടാനുള്ള സ്പേസേ ഉള്ളൂ. ഇനി അടി ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 4 സൈഡൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കണം. 4 സൈഡും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 സൈഡും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.